Good afternoon, everyone. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Okay. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഒരു ടോപ്പിക് അല്ലേ കാരണം എന്താ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരുന്നു. മാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ആബ്സെന്റ് ആയിരുന്നു. എന്താന്ന് എനിക്ക് അറിഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ലായിരുന്നു. അത് കുഴപ്പമില്ല മാം, എന്താ പറഞ്ഞാൽ മതി, ടോപ്പിക് എന്താന്ന് പറഞ്ഞാൽ മതി. പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞില്ലായിരുന്നു, ഞാൻ പറഞ്ഞിരുന്നോ? ടോപ്പിക് ഒന്നും പറഞ്ഞില്ല. പറഞ്ഞില്ല. ഓക്കെ. ഇന്ന് നമുക്ക് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് എടുക്കാം, അതായത് റിപ്പോർട്ട് സ്പീച്ച്. ഓക്കെ. ഓക്കെ മാം. Listen carefully. അതായത് ഇപ്പോ ഒരു കാര്യം നമ്മൾ മറ്റൊരാളോട് പറയില്ലേ, നമ്മൾ റിപ്പോർട്ട് ചെയ്യില്ലേ, അതാണ് എന്താ റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയുന്നത്. അത് നമുക്ക് ഇൻഡയറക്റ്റ് സ്പീച്ചും എന്ന് പറയാം. ഓക്കെ. ഓരോ ടെൻസിലും എങ്ങനെയൊക്കെയാണ് അത് റിപ്പോർട്ട് ചെയ്യുക, എന്തൊക്കെ ചേഞ്ചസ് ആണ് വരിക എന്ന് നോക്കാം. ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ. ഫസ്റ്റ് സിമ്പിൾ പ്രസന്റ്, അതായത് പ്രസന്റ് ടെൻസ്. പ്രസന്റ് ടെൻസിൽ വരുന്ന ഓരോ ആക്ഷൻസിലും വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, റിപ്പോർട്ട് സ്പീച്ചിൽ വരുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരിക എന്ന് നോക്കാം. സിമ്പിൾ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റ് ടെൻസ്, ദ ബോയ് സെഡ് ഐ വാണ്ട് എ സൈക്കിൾ എന്ന് പറയുന്ന സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ആണ്. ദ ബോയ് സെഡ് ഐ വാണ്ട് എ സൈക്കിൾ. ദ ബോയ് പറഞ്ഞു എനിക്ക് സൈക്കിൾ വേണം. ഐ വാണ്ട് എ സൈക്കിൾ. സോ അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്റെ സ്പീച്ചിലേക്ക് മാറുമ്പോ എന്താണ്, അത് സിമ്പിൾ പാസ്റ്റ് ആയിട്ട് മാറും. അതായത് സിമ്പിൾ പ്രസന്റിൽ പറഞ്ഞൊരു കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് സെയിം ടെൻസ് വെച്ചിട്ടല്ല, അത് സിമ്പിൾ പാസ്റ്റിലായിരിക്കണം നമ്മൾ പറയേണ്ടത്. ഓക്കെ. അപ്പൊ എന്താ വരാ, the boy said that he wanted a cycle. The boy said that he wanted a cycle. നിങ്ങൾ നോക്കുമ്പോ വലിയ ഒരു പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും ഇല്ല. സെഡ് എന്നുള്ളത് ഓൾറെഡി അത് പാസ്റ്റ് ആണ്, അല്ലെ? അതെ. അപ്പോ ആ സെഡ് സെയിം തന്നെയാണ്, യൂസ് ചെയ്യുന്നത് സെയിം തന്നെയാണ്, പാസ്റ്റിലേക്ക് പോകുമ്പോൾ സെയിം ആണ്. ഇവിടെ സെന്റൻസിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ് അത് ഹി ആയിട്ട് മാറുന്നു, അല്ലാതെ വേറെ ഒരുപാട് ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ടെൻസ് മാറുന്നുണ്ട്. ടെൻസ് മാറുമ്പോ നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത് മാറണം, പക്ഷെ സെറ്റ് ഓൾറെഡി പാസ്റ്റ് ആയതുകൊണ്ടാണ് ഇതുവരെ ചേഞ്ചസ് ഒന്നും വരാത്തത്. ഓക്കെ. റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഐ എന്നൊരിക്കലും പറയില്ല, അവൻ പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ പറയുള്ളൂ, അല്ലെ? അപ്പോ അവന് സൈക്കിൾ വേണമെന്ന് ബോയ് പറഞ്ഞു എന്ന് നമ്മൾ പറയും. അപ്പൊ അവന് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഹി ആണ് യൂസ് ചെയ്യുക. അപ്പൊ ഐക്ക് പകരം ഹി ആണ് യൂസ് ചെയ്യുക. ഓക്കെ. അപ്പൊ റിപ്പോർട്ട് സ്പീച്ചിൽ എപ്പോഴും സബ്ജക്ട് ചേഞ്ച് ആകും, അത് ഷുവർ ആണ്. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് സിമ്പിൾ പ്രസന്റ് റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ആയി മാറുന്നത്. ഓക്കെ. ക്ലിയർ ആണല്ലോ? യെസ്. നേഹ, ക്ലിയർ ആയോ? മനസ്സിലായോ? ആ മിസ്സേ, ചെറിയ പനിയുണ്ട്, അതാണ്ടാ മിണ്ടാണ്ടിരിക്കണേ. എന്തോ? അല്ല, ചെറിയ പനിയുണ്ട്, അതുകൊണ്ടാണ്ടാ മിണ്ടാണ്ടിരിക്കണേന്ന്. കുറച്ച് ആബ്സെന്റ് ആയിരുന്നല്ലോ. ആ ഗോവത്ത് കഴിഞ്ഞ് വന്നപ്പോ ചെറുതായിട്ട് പനി ഓടിച്ച്. ഇനി നെക്സ്റ്റ് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസും സെയിം തന്നെ, അത് റിപ്പോർട്ടിലൊക്കെ പോകുമ്പോ പ്രസന്റ് എന്നുള്ളത് പാസ്റ്റ് കണ്ടിന്യൂസ് ആകുന്നു. ഇവിടെയും സബ്ജക്റ്റിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. റീനു സെഡ് ഐ ആം വെയിറ്റിംഗ് ഫോർ ജെറി. റീനു സെഡ് ഐ ആം വെയിറ്റിംഗ് ഫോർ ജെറി എന്ന് പറയുന്ന ആ സെന്റൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോ റീനു സെഡ് ദാറ്റ് ഷി വാസ് വെയിറ്റിംഗ് ഫോർ ജെറി. അവിടെ സബ്ജക്റ്റും ഓക്സിലറിയും മാറി. പ്രസന്റിൽ യൂസ് ചെയ്ത സബ്ജക്റ്റും ഓക്സിലറി അല്ല, നമ്മൾ പാസ്റ്റിൽ യൂസ് ചെയ്യാം, അല്ലെ? അത് റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഐ എന്നുള്ളത് ഷീ ആയത്. പക്ഷെ ഓക്സിലറി മാറാൻ കാരണം ടെൻസ് മാറിയതുകൊണ്ടാണ്. ഓക്കെ. അയാം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രസന്റിൽ യൂസ് ചെയ്യുന്ന ഓക്സിലറി ആണ്. ഐയുടെ കൂടെ യൂസ് ചെയ്യുന്നത് ആം ആണ്, അത് പ്രസന്റിൽ മാത്രമാണ്. പാസ്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ഐയുടെ കൂടെ വാസ് യൂസ് ചെയ്യാറുണ്ട്.
പക്ഷെ ഇവിടെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഐ എന്നുള്ളത് ഷീ ആയിട്ട് മാറിയത്. ഓക്കെ, നെക്സ്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. പ്രസന്റ് പെർഫെക്റ്റും ഇത് തന്നെ സെയിം തന്നെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറുന്നു. ഗീതു said to me, I have finished my work. ഇവിടെ സെഡും പറയാം, നമുക്ക് ടോൾഡും പറയാം, രണ്ടും പാസ്റ്റ് തന്നെയാണ്. അപ്പൊ പറഞ്ഞതുകൊണ്ടും അവിടെ ടോൾഡ് പറഞ്ഞുകൊണ്ടും ഇവിടെ മിസ്റ്റേക്ക് ഒന്നുമില്ല, സെഡും പറയാം. ഓക്കെ, ഗീതു said to me എന്നാണെങ്കിലും ഗീതു told to me എന്നാണെങ്കിലും അവിടെ മിസ്റ്റേക്ക് ഒന്നുമില്ല. Can use any word. Okay. Okay, ma'am. Giddu said to me that she had finished her work. Present perfectly have ആണ് യൂസ് ചെയ്തെങ്കിൽ അത് പാസ്റ്റിലാകുമ്പോൾ എന്താണ് ഷീയുടെ കൂടെ ഹാഡ് ആയിരിക്കും വരാ. പാസ്റ്റില് വേറെ ഒന്നുമില്ല, ഹാഡ് മാത്രമേ ഉള്ളൂ. സോ നമ്മുടെ ഹാഡ് ആണ് യൂസ് ചെയ്യാം. ഇനി പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസില്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസില് അത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറുന്നു. സേ she said I have been reading for hours എന്ന് പറയുമ്പോ അത് past perfect continuousലേക്ക് ആവുമ്പോ she said that she had been reading for hours എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ചെറിയ ചെറിയ ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. ടെൻസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാല് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ കുറച്ച് ഞാൻ എക്സാമ്പിൾ പറയാം, കുറച്ചല്ല ഒരു 1-2 എക്സാമ്പിൾസ് പറയാം. റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റാൻ പറ്റും നോക്കാം. ഓക്കെ, he said I like ice cream എന്ന് പറയുന്ന സെന്റൻസിനെ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റാം. he said I like ice cream. he said he like ice cream. Sorry, he said I like ice cream. എങ്ങനെയാ റിപ്പോർട്ട് ചെയ്യാം? He said that he liked the ice cream. He Liked അല്ലെ? ഫസ്റ്റ് ആണ് he liked വരും. he said that he liked ice cream എന്ന് വരും. നെക്സ്റ്റ് she said I'm living in Paris. she said I'm living in Paris. പാരീസ് ആണോ? പാരീസ് ആണ്. she said I'm living in Paris. എന്താ വരാ? She said that she was living in Paris. ഓക്കെ, വേറെ ആരും ആൻസർ പറയുന്നില്ല, പറയൂ. എങ്ങനെയാ വരാ? she said I am living in Paris എന്ന് പറയുന്ന ഡയറക്റ്റ് സ്പീച്ചിനെ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ എന്താണ് വരാ എന്ന് പറഞ്ഞേ. പറയാൻ പറ്റിയില്ലെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യാം. ആൻസർ പറയൂ. നിഹ, അഞ്ജു, എല്ലാവരും പറയൂ. ജിൻഷ, ജിൻഷ, ഓക്കെ. ജിൻഷ ക്ലാസ്സിൽ ഉണ്ടോ? ജിൻഷക്ക് മനസ്സിലായോ? ക്ലിയർ ആവുന്നുണ്ടോ? കുറച്ച് ഹി വോസ് എന്തുകൊണ്ട് ഇതിന്റെ അകത്ത് മാത്രം ചേർക്കുന്നത് മാം? he was എന്തുകൊണ്ടാണ് വന്നേന്നോ? മേലത്തിൽ നമ്മൾ ഷീ സെഡ് ദാറ്റ് ഷീ ലൈക്ക് ഐസ്ക്രീം എന്ന് പറഞ്ഞു. അപ്പൊ ഹി സെഡ് ലിവിങ് ഇൻ പാരീസ് പറയുമ്പോ ഇല്ല, നമ്മൾ നേരത്തെ ലൈക്ക്ഡ് എന്നാ പറഞ്ഞേ. ലൈക്ക്ഡ് ഉണ്ടായിരുന്നില്ലടാ, മറ്റത് ഇത് I am എന്ന് വന്നില്ലേ? രണ്ടാമത്തെ ഏത് ടെൻസാ? പെർഫെക്റ്റ് അല്ലേ? രണ്ടാമത്തെ അല്ല, കണ്ടിന്യൂസ് ആണ്. സോറി, കണ്ടിന്യൂസ് അല്ലേ? പിന്നെ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറുന്ന സമയത്ത് എന്താ വരിക?
അതെ, ഇവിടെ പ്രശ്നം എന്ന് വെച്ചാല് ജിൻഷയ്ക്കും നീഹയ്ക്കും ടെൻസ് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ ജിൻഷ? Yes, ma'am. Yes. അതാണ് പ്രശ്നം. Uh, അത് ക്ലിയർ ആക്കാതെ മനസ്സിലാവില്ല. നീഹ ടെൻസ് എല്ലാം ക്ലിയർ ആണോ? ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് ഇപ്പോഴും. കൺഫ്യൂഷൻ ഉണ്ട്. വേറെ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ ടെൻസ്? ഇത് പറയാവോ ആർക്കെങ്കിലും? കൺഫ്യൂഷൻ ഇല്ല മാം. കാരുണ്യക്ക് ക്ലിയർ ആണ്. തീർത്ത വിളിക്കുന്ന മാത്രം ഉണ്ടാവും, റെസ്പോൺസ് ഒന്നുമില്ല. അഞ്ജുവിന് ഡൗട്ട് ഉണ്ടോ? ടെൻസ് ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. ക്ലിയർ ആണ്. സിൽസിലാത്ത് അല്ലേ? ക്ലിയർ ആണോ? യെസ് മാം. ടെൻസ് ക്ലിയർ ആണോ? കുറച്ച് ഡൗട്ട് ഉണ്ട്, വേറെ കുറച്ച് ഡൗട്ട് ഉണ്ട്. പറയാമോ? ഓ ഏത് ടെൻസ് ആണ് ഡൗട്ട് എന്ന് പറയാമോ? ഫ്യൂച്ചർ ഒന്ന് പറയും മാം. ഇതോ ഫ്യൂച്ചർ ടെൻസ്. ഫ്യൂച്ചർ ടെൻസ് ആണ് ഡൗട്ട്. ഓക്കെ, ഫ്യൂച്ചർ. ഇനി അനാമികക്കോ ടെൻസ്? ഓക്കെ, ഇതിപ്പോ എന്താ ചെയ്യാ? ഞാൻ ടെൻസ് ക്ലിയർ ചെയ്യണോ അല്ലെങ്കിൽ റിപ്പോർട്ട് സ്പീച്ച് എടുക്കണോ? എന്താ ചെയ്യണ്ടേ അറിയൂ? ടെൻസ് അറിയാതെ റിപ്പോർട്ട് സ്പീച്ച് പഠിക്കാനും പറ്റില്ല. വെരിയുമുണ്ട്. എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ പറയാമോ നിങ്ങള്? ടെൻസ് ഒന്നും കൂടി പറഞ്ഞിട്ട് റിപ്പോർട്ട് സ്പീച്ചിലേക്ക് കിടക്കാം. ടെൻസ് പറയണം. ഓക്കെ, കാരണം ഞാൻ ഇതിന്റെ ഹെൽപ്പ് ചെയ്യണം. നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഫസ്റ്റ് പ്രസന്റ്, സിമ്പിൾ പ്രസന്റ് ക്ലിയർ ആണോ? സിമ്പിൾ പ്രസന്റില് പ്രത്യേകിച്ച് അതിനകത്ത് ജസ്റ്റ് സബ്ജക്റ്റും ഉണ്ടാവും, വെർബും V1 ഫോം ഉണ്ടാവും. വേറെ ഒന്നും ഇല്ലെങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ആണ്. ജസ്റ്റ് ഒരു സബ്ജക്റ്റ് ഉണ്ടാവും, പ്ലസ് അതിന്റെ ഒപ്പം ഒരു V1 ഫോമും ആണെങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ആ. അത്രേ ഉള്ളൂ. എവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് അത് ഇടയ്ക്ക് നോക്കിയാൽ മതി. ഞാൻ അങ്ങനെ തന്നെ ചെയ്തിരുന്നേ. ഇപ്പൊ അത് മനസ്സിലായതാ. ഞാന് പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, അതുപോലെ ഫ്യൂച്ചർ ടെൻസിന്റെ ആ ഫോം മാച്ച് ജസ്റ്റ് എഴുതി വെച്ചിരുന്നു. പിന്നെ അത് ഇടയ്ക്ക് നോക്കുമായിരുന്നു ക്ലാസ് തുടങ്ങുമ്പോ. അപ്പൊ സ്ഥിരം നോക്കിയപ്പോ ഇപ്പൊ അത് ക്ലിയർ ആയതാ. ഒരു നോട്ട് എടുത്തിട്ട് എല്ലാവരും എഴുതി വെക്കും. അറിയാത്തവരെല്ലാവരും എഴുതി വെക്കും. നോട്ട്ബുക്ക് എടുക്കുക, ഫസ്റ്റ് സിമ്പിൾ പ്രസന്റ് എഴുതാം, എന്നിട്ട് ആ ഒരു സ്ട്രക്ചർ എഴുതാം, അതിന്റെ ഫോം എഴുതി വെക്കാം. ഓക്കെ, അങ്ങനെ എടുത്ത് നോക്കുമ്പോ കറക്റ്റ് ആയിരിക്കുള്ളൂ. പിന്നെ ഒരു സെലൻസ് കണ്ടാൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? എഴുതിയെടുക്കുന്നുണ്ടോ? യെസ് മാം. വെർബ് V1 ഫോമും പിന്നെ സബ്ജക്ട് പ്ലസ് V1 ഫോം, S പ്ലസ് V1. സബ്ജക്ട് എന്ന് പറയുമ്പോ എന്തും ആവാം കേട്ടോ. എന്തും ആവാം. പേഴ്സൺ ആകാം, അനിമൽ ആകാം, തിങ് ആകാം. എന്നൊക്കെ നമ്മള് പറയില്ലേ മാം? ഇറ്റിന്റെ കൂടെ വെർബ് വരില്ല, പ്രവൃത്തി വേണ്ടേ? ഇറ്റ് അതൊരു അനിമൽ ആയിരിക്കണം. ഒരു പേഴ്സണോ അനിമലോ ആകാം സബ്ജക്ട്. പ്രവൃത്തി ചെയ്യുന്നവരാണ് ഈ സബ്ജക്ട് എന്ന് പറയുന്നത്. ഈ പ്രവൃത്തിയെയാണ് നമ്മൾ വെർബ് എന്ന് പറയുന്നത്. അപ്പോ സബ്ജക്റ്റും വെർബും ക്ലിയർ ആയി. അപ്പൊ സബ്ജക്റ്റിന്റെ കൂടെ വെർബ് വരുമ്പോ അത് വെർബ് മാത്രമായിരിക്കും വരാം. അവിടെ ഓക്സിലറി ഒന്നും ഉണ്ടാവില്ല, വെർബ് മാത്രം. അപ്പോ അതാണ് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ പോർഷനിൽ പിന്നെ വരാവുന്ന ഒരു ഡൗട്ട്, സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബും ആയിരിക്കണം. അത് ക്ലിയർ ആണോ ജിൻഷയ്ക്ക്? ജിൻഷ എങ്ങനെ? സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബും ആണ് യൂസ് ചെയ്യേണ്ടത്.
ഇല്ല മാം, മനസ്സിലായില്ല പറഞ്ഞത്. ഷീ ലൈക്സ് എന്ന് പറയും, അതുപോലെ ഐ ലൈക്ക് എന്ന് പറയും. അതായത് ഐയും ഐ വരുമ്പം ലൈക്ക് ഒരാളല്ലേ ഉള്ളൂ, അതുകൊണ്ട് ലൈക്ക്. ഒന്നിലധികം ഉണ്ടെങ്കിൽ എസ് ചേർക്കുന്നതാണ്. അല്ല, സിംഗുലർ വരുമ്പം അതിനകത്ത് എസ് ചേർക്കണം, പ്ലൂറൽ ആണെങ്കിൽ ചേർക്കരുത്. അപ്പോ ആദ്യം മുതലേ പഠിക്കാന്ന് വെച്ചാല് സിംഗുലർ സബ്ജക്റ്റും പ്ലൂറൽ സബ്ജക്റ്റും ഏതൊക്കെയാണെന്ന് ഒന്ന് പറഞ്ഞേ. ഐ, വി, യു, അതെല്ലാം. ഏതാണ് ഏത് സബ്ജക്റ്റ് ആണത്? സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ഐ എന്ന് പറയുമ്പോ സിംഗുലർ, വി ഐ എന്ന് പറയുമ്പോൾ സിംഗുലർ അല്ലാതെ ഐ യു വി ദേ എന്നൊക്കെ പറയുന്നത് പ്ലൂറലാണ്. ഷീ ഹി ഇറ്റ് എന്നൊക്കെ പറയുന്നതാണ് സിംഗുലർ ആയിട്ട് വരുന്നത്. നമ്മള് ഐ എന്ന് പറയുമ്പോൾ ഒരാളെ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് സിംഗുലർ ആക്കും. പക്ഷെ സബ്ജക്റ്റിന്റെ ബേസ് ചെയ്ത് പറയുമ്പോൾ ശരിക്കും അതൊരു പ്ലൂറൽ ആണ്. ഐ യു വി ദേ എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. ഈ സിമ്പിൾ പ്രസന്റിലാണ് അത് കൂടുതലും ഈ രീതിയിൽ വരാം. അല്ലാത്തതിൽ ചിലപ്പോൾ ഐ നമുക്ക് സിംഗുലർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സിമ്പിൾ പ്രസന്റില് ഐ യു വി ദേ എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റും he she it everybody എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റുമാണ്. he she it everybody എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റുമാണ്. ഓക്കെ ഓക്കെ മാം. അപ്പോ ഇനി പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോ ഷീയുടെ കൂടെ ഷീ റൈറ്റ് എന്ന് പറയില്ല. ഷീ റൈറ്റ് എന്ന് പറയില്ല. ഷീ സിംഗുലർ ആയതുകൊണ്ട് വരുന്ന വെർബും സിംഗുലർ ആയിരിക്കണം. വെർബിന് സിംഗുലർ ആക്കണമെങ്കിൽ നമ്മൾ എസ് ആഡ് ചെയ്യണം വെർബിന്റെ കൂടെ. അപ്പൊ റൈറ്റ് എന്ന് പറയുമ്പോൾ റൈറ്റ്സ് എന്നാ പറയണ്ടേ. സിംഗുലറിന്റെ കൂടെ റൈറ്റ്സ് എസ് ആഡ് ചെയ്തിട്ടാണ് ആ വെർബ് യൂസ് ചെയ്യേണ്ടത്. ഷീ റൈറ്റ്സ് എന്നാ വരാം. മനസ്സിലായോ? അപ്പൊ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ എല്ലാവരും ഇങ്ങനെയാണ് യൂസ് ചെയ്യുക. വെർബിന്റെ കൂടെ എസ് ആഡ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനിയിപ്പോ പ്ലൂറൽ എടുക്കുകയാണെങ്കിൽ യു റൈറ്റ് എന്നാ വരാം. റൈറ്റ് റൈറ്റ് എന്ന് പറയുന്ന വേർഡ് ഓൾറെഡി ഇത് പ്ലൂറൽ ആണ്. അതിന്റെ കൂടെ എസ് ആഡ് ചെയ്യുമ്പോഴാണ് അത് സിംഗുലർ ആകാം. ഓക്കെ, ഇത് ബേസിക് ആണ്. ഇത് ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? എഴുതി വെക്കണം. അപ്പോ സിമ്പിൾ പ്രസന്റിൽ ഇങ്ങനെ വരുള്ളൂ. ഒരു വെർബും ഒരു സബ്ജക്റ്റും ഒരു വെർബും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഷീ റൈറ്റ്സ് എ ബുക്ക് എന്ന് പറയാം. ഷീ റീഡ്സ് എ ബുക്ക് എന്ന് പറയാം. അത് ഷീ എന്ന് പറയുന്ന സിംഗുലർ ആയതുകൊണ്ടാണ് നമ്മൾ ആ റീഡിന്റെ കൂടെ എസ് ആഡ് ചെയ്തത്. ഇനി യു ആണെങ്കിൽ അത് പ്ലൂറൽ ആണ്. അപ്പൊ ഉപയോഗിക്കേണ്ട വേർഡും പ്ലൂറൽ ആയിരിക്കണം. അപ്പൊ യു റീഡ് എ ബുക്ക് എന്നാണ്. ഇതാണ് സിമ്പിൾ പ്രസന്റ്. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസില് സബ്ജക്റ്റിന്റെ കൂടെ ഓക്സിലറി ഉണ്ടാവും. ഫസ്റ്റ് അപ്പോ എഴുതി വെക്കാം. സബ്ജക്ട് പ്ലസ് സബ്ജക്ട് എന്ന് ഫുൾ എഴുതിയില്ലെങ്കിലും എസ് എന്ന് മാത്രം എഴുതാം. ഓക്കെ, സബ്ജക്ട് പ്ലസ് ഓക്സിലറി പ്ലസ് ING. വെർബിന്റെ കൂടെ ING ഉണ്ടാകും. ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിള് ജിൻഷ ഇപ്പൊ പറഞ്ഞ സ്ട്രക്ചർ വെച്ചിട്ട് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞേ. ഒരു സബ്ജക്ട് ആഡ് ചെയ്യുക, അതിന്റെ കൂടെ ഒരു ഓക്സിലറി യൂസ് ചെയ്യുക, ഒരു വെർബ് പറയാ, അതിന്റെ കൂടെ ഒരു ING കൂടെ പറഞ്ഞു ഒരു സെന്റൻസ് ആയി. ഒന്ന് പറഞ്ഞേ. ജിൻഷ, ഓക്സിലറി എന്ന് പറയുന്നത് ഓക്സിലറി എന്ന് പറയുമ്പോ ഈസ് ആൻഡ് ഈസ് ആർ ആണ് ഓക്സിലറി. പ്രസന്റില് ആം ഈസ് ആർ എഴുതി വെക്കുക. ഓക്സിലറീസ് എന്ന് പറയുന്നത് ആം ഈസ് ആർ ആണ്. ഇനി ആം ഉപയോഗിക്കേണ്ടത് ഐയുടെ കൂടെയും ഈസ് ഉപയോഗിക്കേണ്ടത്
സിംഗുലർ സബ്ജക്ട് അതായത് ഹി ഇറ്റ് എവരിബഡി എന്ന് പറയുന്ന സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയാണ് ഈസ് യൂസ് ചെയ്യുക. ആറാണെങ്കിൽ പ്ലൂറൽസിന്റെ കൂടെയാണ് യു വി ദേ. ഓക്കെ, യു വി ദേയുടെ കൂടെയാണ് നമ്മൾ ആറ് യൂസ് ചെയ്യാം. ഐയുടെ കൂടെ ആം, ഹി ഷീ ഇറ്റ് എവരിബഡിയുടെ കൂടെ ഈസ്, യു വി ദേയുടെ കൂടെ ആറ്. ഇങ്ങനെയാണ് നമ്മൾ ഓക്സിലറി യൂസ് ചെയ്യാം. ഓക്കെ, യെസ് മാം. ക്ലിയർ ആയി? ഇനി ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞേ. ഇപ്പൊ സബ്ജക്ട് കിട്ടി, ഓക്സിലറീസും കിട്ടി. ഇനി ഒരു വെർബ് ജിൻഷ പറയേണ്ടി വരും. വെർബിന്റെ കൂടെ ing യൂസ് ചെയ്യാം. അതിന് സെന്റൻസ് ഒന്ന് പറഞ്ഞേ. ഇതില് ഇപ്പൊ ഐ ആം റീഡിംഗ് എന്ന് പറയുമ്പോ റീഡിംഗ് ബുക്ക് എന്നൊന്നും പറയണ്ടല്ലോ. വേണ്ട വേണ്ട, പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അതെല്ലാം കിട്ടില്ല. പറയൂ. എല്ലാ ഒരു ഓരോന്നിനും ഓരോ സബ്ജക്ട് വെച്ചിട്ട് പറയും. ഐ വെച്ചിട്ട് സിംഗുലർ എന്ന് പറയണം, പ്ലൂറൽ എന്ന് പറയണം. അങ്ങനെ ഒന്ന് പറഞ്ഞേ. ഐ ആം റീഡിംഗ്, ഷീസ് റൈറ്റ്, ഷീസ് സിംഗിങ്, ദേ ആർ പ്ലേയിങ്. ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ക്ലിയർ ആയോ? യെസ് മാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഐ ആം റീഡിംഗ് എന്ന് മാത്രമായിരിക്കില്ല ഒരു സെന്റൻസ് വരാം. ഐ ആം റീഡിംഗ് എന്ന് പറഞ്ഞ അതിന്റെ ബാലൻസ് ഒരുപാട് ചിലപ്പോൾ ഉണ്ടാവും സെന്റൻസ്. അപ്പൊ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഫസ്റ്റ് ബേസ് ചെയ്തിട്ടാണ്. അതായത് ഐ ആം റീഡിംഗ് എന്ന് കണ്ടാല് ഇനിയിപ്പോ ജിൻഷക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ ഏത് ടെൻസ് ആണെന്ന്? പറ്റുമോ? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ ജിൻഷ? യെസ് മാം. യെസ്. ഓക്കെ, സബ്ജക്റ്റ് ഉണ്ട്, ഓക്സിലറി ഉണ്ട്, ing ഫോം. ഇപ്പൊ നമുക്ക് തന്നത് അങ്ങനെയാ. ഇപ്പൊ നമുക്ക് തന്നത് നോക്കി നോക്കേ. ഐ ആം ലിവിങ് ഇൻ പാരീസ്. ഐ ആം ലിവിങ് ഇൻ പാരീസ്. കണ്ടോ? ഐ ആം ലിവിങ് ഇൻ പാരീസ്. ഇപ്പോ സ്ക്രീനിലാണെങ്കിൽ ഐ ആം വെയിറ്റിംഗ് ഫോർ ജെറി. ഇത് എന്താണ്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അല്ലേ ജിൻഷ? എന്താണ് പറയൂ ജിൻഷ, ക്ലിയർ ആയോ ഇല്ലയോ? ടെൻഷൻ അടിക്കണ്ടായില്ലെങ്കിൽ എന്ന് പറയൂ. ഇല്ല, അത് മനസ്സിലായി. ഇനി വേറെ വരുമ്പം മനസ്സിലാവുന്നു. ഇപ്പൊ റിപ്പോർട്ട് സ്പീച്ച് നോക്കണ്ട, ആ സെന്റൻസ് ടെൻസ് വരെ മനസ്സിലായോ? സ്ട്രക്ചേഴ്സ് മനസ്സിലായോ? മനസ്സിലായി. സ്ട്രക്ചർ മനസ്സിലായി. ഇനിയിപ്പോ ഞാൻ ഇത് സെന്റൻസ് തന്നാലും കണ്ടിന്യൂസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? എങ്ങനാ? കണ്ടിന്യൂസ് മനസ്സിലാവും. ഓക്കെ, ഇപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് വരെ ക്ലിയർ ആണ്. ഇനി പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഓക്കെ, പ്രസന്റ് പെർഫെക്റ്റ് എന്ന് കേട്ടാല് ഹാസ് ഓർ ഹാവ് ഓർ ഹാഡ്, ഇത് മൂന്ന് എവിടെയെങ്കിലും ഉണ്ടാവും. പെർഫെക്റ്റ്ലി വരുന്ന സാധനങ്ങളാണ് ഈ ഹാസ്, ഹാവ്, ഹാഡ്. ഓക്കെ, ഇനി പ്രസന്റിൽ വരുന്നത്, പ്രസന്റ് പെർഫെക്റ്റിൽ വരുന്നത് ഹാസ് അല്ലെങ്കിൽ ഹാവ് ആയിരിക്കും. ഓക്കെ, പ്രസന്റ് പെർഫെക്റ്റില് ഹാസോ ഹാവോ മസ്റ്റ് ആണ്. അപ്പൊ സ്ട്രക്ചർ വരുന്നത് എങ്ങനെയാണ്? സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3, വേർബിന്റെ തേർഡ് ഫോം. ഓക്കെ, സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം. ഇങ്ങനെയാണ് വരാം. ഇനി മനസ്സിലാക്കേണ്ടത് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഹാസും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഹാവ് ആണ് യൂസ് ചെയ്യാം. സിംഗുലർ. ഇനി സിംഗുലർ സബ്ജക്ട് ഏതാണെന്ന് ചോദിക്കരുത്. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഹാസും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഹാവും. ഓക്കെ, ഇതുവരെ മനസ്സിലായോ? ഇത്ര മനസ്സിലായി. ഇതുവരെ വളരെ ക്ലിയർ ആണ്. വളരെ വളരെ ക്ലിയർ. ഇനി വേറെ വരും. ഓക്കെ, ഇനി ഒരു സെന്റൻസ് പറഞ്ഞേ. ഇനിയിപ്പോ സിമ്പിൾ അല്ലേ? സ്ട്രക്ചർ ഇട്ട് കഴിഞ്ഞാൽ സെന്റൻസ് വെക്കാൻ സിമ്പിൾ ആണ് ജിൻഷ. ആ സ്ട്രക്ചർ വെച്ചിട്ടൊന്ന് പറഞ്ഞു. ഒരു സബ്ജക്റ്റ് പറയാ, അതിന്റെ കൂടെ ഏതാണ് ഹാസ് ആണോ ഹാവ് ആണോ യൂസ് ചെയ്യുന്നത് നോക്കിയിട്ട് അത് ആഡ് ചെയ്യാം.
പിന്നെ ഒരു V3 ഫോം കൂടെ പറയാം. അത്രയേ ഉള്ളൂ. പറ. ഇനി V3 ഫോം എന്താണെന്ന് പറഞ്ഞുതരാം. റൈറ്റ് എന്ന് പറയുന്ന വേർഡിന്റെ 3 ഫോംസ് ഉണ്ട്. ഓക്കെ, റിട്ടേൺ, റൈറ്റ്, റോട്ട്, റിട്ടേൺ. റൈറ്റ് എന്ന് പറയുന്നത് V1, റോട്ട് എന്ന് പറയുന്നത് V2, റിട്ടേൺ എന്ന് പറയുന്നത് V3. ഇതേപോലെ ഓരോ വേർഡിനും 3 ഫോംസ് ഉണ്ടാകും. അത് അറിയില്ലെങ്കിൽ എന്തായാലും പഠിച്ചേക്കും. ഓക്കെ, ഇനി ഒന്ന് പറഞ്ഞ ഒരു സെന്റൻസ്. ഹാസിന്റെ കൂടെ എന്തേലും ചേർക്കണ്ട. ഇപ്പൊ ഒരാൾ ഒന്നും ചേർക്കണ്ട. ഞാൻ പറഞ്ഞ സ്ട്രക്ചർ വെച്ചിട്ട് ഒന്നും ചേർക്കണ്ട. എടാ തെറ്റിയാലും കുഴപ്പമില്ല, നീ പറഞ്ഞോളൂ. എന്നാലേ മനസ്സിലായോ ഇല്ലയോന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുള്ളൂ. അതാ പഠിക്കുമ്പോ മിസ്റ്റേക്ക് റിട്ടേൺ നമുക്ക് വേണ്ടത് സബ്ജക്റ്റും ഹാസ് ഓർ ഹാവും V3 ഫോമും ഉണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ആയി, പ്രസന്റ് പെർഫെക്റ്റ് ആയി. ഇനി വേറൊരു വെർബ് അല്ലെങ്കിൽ വെർബിന് V3 അറിയില്ലെന്ന് പറയും. ഒന്നുകൂടെ ഒരു എക്സാമ്പിൾ. അപ്പൊ വരുമ്പോ യു ഹാവ് ഈറ്റൺ എന്തെങ്കിലും കഴിച്ചെന്തെങ്കിലും പറയാം. ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ വേറെ ഫുഡിന്റെ പേരാ പറയണ്ടത്. യു ഹാവ് ഈറ്റൺ ഫുഡ് അതൊന്നും പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, ലഞ്ച് എന്ത് വേണമെങ്കിലും പറയാം. എന്തും കഴിച്ചു എന്ന് പറയും. അത്രയേ ഉള്ളൂ. മനസ്സിലായോ? എന്തെങ്കിലും. അപ്പൊ അതിന്റെ ഫോം ഇങ്ങനെയാണ്. സബ്ജക്റ്റിന്റെ കൂടെ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് വേണം ഹാസ് ആണ് ഹാവ് ആണ് ആഡ് ചെയ്യേണ്ടത് നോക്കാൻ. അതിനുശേഷം യൂസ് ചെയ്യേണ്ടത് V3 ആണ്. ഇത് റൂൾ ആണ്. ഇതിൽ മിസ്റ്റേക്ക് വരുത്താൻ പാടില്ല. ഓക്കെ, ഇതൊരിക്കലും തെറ്റരുത്. എപ്പോഴും ഓർക്കേണ്ട കാര്യം ഹാസിനും ഹാവിനും ശേഷം വരുന്നത് V3 ആണ്. ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ്. ഓക്കെ, ഇനി പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിൽ പെർഫെക്റ്റ് ഉണ്ട്. പെർഫെക്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ എന്തുണ്ടാവും? ചേർക്കണം. പെർഫെക്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ എന്തുണ്ടാവും? ഹാവ് അല്ലെങ്കിൽ. ഇനി കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ എന്തുണ്ടാവും? അപ്പോ ഹാസിനും ഹാവിനും ശേഷം ഞാൻ പറഞ്ഞു V3 ആണ് വരേണ്ടത്. ഒരിക്കലും ING വരില്ലല്ലോ. ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? ഈ ING വേർഡിന് മുൻപ് നമ്മളൊരു ബീൻ ചേർക്കണം. ബീൻ. അപ്പൊ സ്ട്രക്ചർ ഇതാണ്. സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് verb VEEN. Been plus ING. verb plus ING. ഇതാണ് സ്ട്രക്ചർ. ഇനി ഈ സ്ട്രക്ചർ വെച്ചിട്ട് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞ ജിൻഷ. ഇതിൽ ജിൻഷക്ക് സബ്ജക്ട് അറിയാം. സബ്ജക്റ്റിന്റെ കൂടെ ഏതാണ് ഹാസ് ആണ് ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത് അറിയാം. പിന്നെ ആ സ്ട്രക്ചറിനെ ഫോളോ ചെയ്ത് പറയുന്നുണ്ട് എന്തായാലും ബി ചേർക്കണം, മസ്റ്റ് ആണ്. അതിലൊരു വ്യത്യാസവും വരുന്നില്ല. വെർബ് എന്താണെന്നും ജിൻഷയ്ക്ക് അറിയാം. വെർബിന്റെ കൂടെ ING യൂസ് ചെയ്യണമെന്നും അറിയാം. ഇനി ജിൻഷയ്ക്ക് ഒരു സെന്റൻസ് ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഒരു സെന്റൻസ് നോക്കി മേക്ക് ചെയ്യൂ.
he has been V1 അതെങ്ങനെയാ ചേർക്കണ്ടേ? V1 വെർബ് V1 അത് എന്ത് ചോദ്യമാണ് ജിൻഷ? നമ്മൾ V എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. V1 V2 ഒക്കെയാണ് നമ്മൾ എക്സ്ട്രാ നമ്മൾ പറയും. V2 V3 എന്ന് പറയും. അല്ലാത്തവിടെയൊക്കെ നമുക്ക് വെർബ് നമ്മളിപ്പോ കണ്ടിന്യൂസ് നമ്മളിപ്പം കഴിക്കുകയാണെന്ന് പറയാനായിട്ട് V2 ഫോം ചേർത്ത് ഈറ്റിംഗ് നമ്മൾ പറയില്ലല്ലോ. ഈറ്റിംഗ് എന്നല്ലേ പറയുള്ളൂ. അല്ലെങ്കിൽ ഈറ്റണിങ് എന്ന് പറയോ? അപ്പൊ V1 ഫോമിലാണ് ING ചേർക്കുക. അതിപ്പം അവിടെ സിംഗിങ് അങ്ങനെയാണോ? ജിൻഷയ്ക്ക് ഇനി അവിടെ എന്തെങ്കിലും കൺഫ്യൂഷൻ വരാതിരിക്കാനുണ്ട്. വേണമെങ്കിൽ അവിടെ വെർബ് എന്ന് പറയുമ്പോൾ അവിടെ V1 എന്ന് ആഡ് ചെയ്യും. V1 പ്ലസ് ING എന്ന് വേണമെങ്കിൽ എഴുതി വെക്കും. അല്ലെങ്കിൽ പിന്നീട് അതിന് സബ്ഷൻ വരും. V1 പ്ലസ് ING അസ്ന ഷീ ഹാവ് അല്ല, ഷീ ഹാസ് ആണ്. ഷീയുടെ ഒപ്പം ഹാസ് വരുള്ളൂ. ഷീ ഹി അതുപോലെ ഇറ്റ് അതൊക്കെ ഹാസ് വരുള്ളൂ. പ്ലൂറലിനൊപ്പം ഹാവ് വരാം. ഐ ഹാവ് ബീൻ, യു ഹാവ് ബീൻ, they have been അങ്ങനെയല്ലേ? വി ഹാവ് ബീൻ ഒക്കെ വരും. ഇതിപ്പോ പറഞ്ഞു വരാണെങ്കിൽ ജിൻഷ ചോദിച്ചത് എല്ലാവർക്കും ഒരു ഉപകാരമായെന്ന് തോന്നുന്നുണ്ട്. ആർക്കും അറിയില്ല. അസ്ന ചോദിച്ചാ മിണ്ടില്ല. ഇത് ചോദിച്ചാ പോരെ? ജിൻഷ അത് ഓപ്പറേറ്റ് ചോദിച്ചു, അതുകൊണ്ട് ഇപ്പൊ പറയാൻ പറ്റി. അല്ലെങ്കിൽ നിങ്ങള് ഈ ഡൗട്ട് വെച്ച് ഈ കോഴ്സ് കംപ്ലീറ്റ് ആക്കി പോയാനെ. എന്നിട്ട് പറയും എനിക്ക് ഗ്രാമർ പഠിച്ചിട്ട് മനസ്സിലായില്ല എന്ന് പറയും. അല്ലെ? എന്തുണ്ടെങ്കിലും ചോദിക്കാം, ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, ജിൻഷക്ക് ക്ലിയർ ആയോ? മനസ്സിലായോ മാം? ഫോർ എക്സാമ്പിൾ ഒന്ന് പറഞ്ഞു കേക്കട്ടെ. You have been വെർബ് കിട്ടാനാ ബുദ്ധിമുട്ട്. എന്തെല്ലാം വെർബ് ഉണ്ട്, ഏതെങ്കിലും പറ. eating ഇത് മതി. ഓക്കെ, അപ്പൊ പ്രസന്റ് ടെൻസ് കഴിഞ്ഞു ജിൻഷ. yes ma'am. ഇനി ഞാൻ ഒരു സബ്ജക്റ്റും പറയും, ഒരു വെർബും പറയും. ഇത് വെച്ചിട്ട് എനിക്ക് സിമ്പിൾ പ്രസന്റും, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഈ 4 ടെൻസിലും സെന്റൻസ് പറയാം. ഓക്കെ ആണോ? ഓക്കെ ആണോന്നല്ല പറയണം. ഓക്കെ, yes ma'am. യു സബ്ജക്റ്റ്, യു സബ്ജക്റ്റ്, സിംഗ് വെർബ്. എല്ലാവരും പറയണം കേട്ടോ. ക്ലാസ്സിൽ ആരൊക്കെയുണ്ടോ പഠിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ടെക്സ്റ്റ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ പറയാം. എന്തായാലും ചെയ്യണം. പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതേപോലെ എനിക്കൊന്നും പറയാനില്ല. ഓക്കെ, കാരണം ഇത് ആദ്യമേ പറഞ്ഞ കാര്യമാണ്. കോഴ്സ് കഴിഞ്ഞു. മേ ബി ആഴ്ചകൾ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്നിട്ടും ഇത് മനസ്സിലായില്ലെങ്കിൽ ഈ പഠിക്കാൻ ടൈം ഇല്ല, അത് മനസ്സിലാക്കാം. ഓക്കെ, ഇതില് ഒന്ന് സിമ്പിൾ പ്രസന്റ് പറയാ, ഒരു എക്സാമ്പിൾ, പിന്നെ പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, അങ്ങനെയാ? ഓരോന്നിനും ഓരോ എക്സാമ്പിൾ വീതം പറയാം. ടെക്സ്റ്റ് ചെയ്യാം, ഞാൻ ആരെയും നിർബന്ധിക്കില്ല. ഓക്കെ, ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ടെക്സ്റ്റ് ചെയ്യാം. സബ്ജക്റ്റ് യു, വെർബ് സിംഗ്. ഇപ്പൊ പഠിച്ച പ്രസന്റ് ടെൻസ് ബേസ് ചെയ്ത് ഓരോ ആക്ഷനിലും നമ്മൾ എങ്ങനെയാണ് ഓരോ എക്സാമ്പിൾ പറയാ, അത് പറയാം. യു സിംഗ്. സിമ്പിളാ മാം. പി അത് അടിച്ചു വന്നില്ല. അതെ, അല്ല മാം, എന്റെ കീബോർഡിന് ചെറിയ പ്രശ്നമുണ്ട്. നന്നായിട്ട് അമർത്തണം. ചെയ്തത് പോയി. ഇത് കാരണം ചിലത് പ്രസ് ചെയ്യുമ്പോ വരില്ല. ഞാൻ അല്ലല്ല. അപ്പൊ ഫസ്റ്റ് സിമ്പിൾ പ്രസന്റ് വെച്ചിട്ട് എക്സാമ്പിൾ ചെയ്യാം.
കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ കംപ്ലീറ്റും ചെയ്യാം. അത് ജസ്റ്റ് ഒരു വെർബിൽ അവസാനിപ്പിക്കണമെങ്കിൽ ഓക്കെ വെർബിൽ അവസാനിപ്പിക്കാം. ഓക്കെ ജിൻഷ വരുന്നുണ്ട്, മിസ്റ്റേക്സ് വരുന്നുണ്ട്. അഞ്ജു സിമ്പിൾ പ്രസന്റ് ആണ്. ഫസ്റ്റ് സിമ്പിൾ പ്രസന്റ്. ഓക്കെ അത് ഞാൻ ടൈപ്പ് ചെയ്ത് അയച്ചായിരുന്നു. ഞാൻ കണ്ടിന്യൂസ് ഇട്ടു. ആ സിമ്പിൾ പ്രസന്റോ? ആ രണ്ടാമത് അയച്ചിട്ടുണ്ടോ? അത് ശരിയാ. ഓക്കെ ഓക്കെ. ജിൻഷ പറയൂ. ജിൻഷ പറയൂ. ജിൻഷ നീഹ എടാ സബ്ജക്ട് കഴിഞ്ഞിട്ടല്ലേ ഓക്സിലറി പറഞ്ഞത്? നീഹ എന്താണ് ചോദിച്ചത് നോക്കൂ. അതെ, നിനക്ക് ക്വസ്റ്റ്യനാ ചോദിച്ചേ നീ ഇപ്പം? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊണ്ടിട്ടാ അത് കറക്റ്റ്. ജിൻഷ എന്താണ് ജിൻഷ പറയൂ. ജിൻഷ പറഞ്ഞാ മതി. You singing a song. അത് സിമ്പിൾ പ്രസന്റില്, പ്രസന്റ് കണ്ടിന്യൂസില് you are singing. പ്രസന്റ് പെർഫെക്റ്റില് you have sing sang sung എന്ന് പറയുമോ? മറന്നു. കറക്റ്റ് പറഞ്ഞോ, കോൺഫിഡന്റ് ആയി പറഞ്ഞു. അത്രയല്ലേ ഉള്ളൂ. പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പെർഫെക്റ്റ് കണ്ടിന്യൂസ് you have been singing അല്ലേ? അതെ, അത്രേ ഉള്ളൂ. അപ്പൊ ജിൻഷക്ക് അത് ക്ലിയർ ആയി. യെസ്. ഇനി ഒരു സബ്ജക്റ്റ് പരിപാടി കൂടി വേണോ? മാം സിംഗുലറും കൂടി ഇട്ടോളൂ മാം. പിന്നെ സിംഗുലർ വന്നിട്ടുണ്ട്. സിംഗുലർ ഹി സബ്ജക്റ്റ് റീഡ് പറയും. റീഡ്. he read a book സിമ്പിൾ പ്രസന്റില്. പറയൂ, ഞാൻ പറയാം. പ്രസന്റ് കണ്ടിന്യൂസില് he is reading. സിമ്പിൾ പെർഫെക്റ്റില് he has read ബുക്ക്. ഇനി അടുത്ത് തന്നാ പറയുന്ന he സബ്ജക്ട് പ്ലസ് ഹാവ് ബീൻ പ്ലസ് ing. അതിന്റെ ഫോർമാറ്റ് അതെന്നാ പറയുന്നത്? സബ്ജക്ട് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. അതിന്റെ ഇത് ഏതാണ്? ഹെഡിങ് ഏതാണ്? പ്രസന്റ് ആണോ അങ്ങനെ എന്താണെന്ന് ചോദിച്ചത്. സബ്ജക്റ്റിന്റെ കൂടെ ഹാസും സബ്ജക്റ്റിന്റെ ഹാവും. അതല്ല മാം, അവള് ചോദിച്ചത് ഏത് ടെൻസ് ആണ്? പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതങ്ങനെ എഴുതി വെച്ചോളൂ നേരിട്ട്, അത് മറന്നു പോണ്ട. അത് ഇടയ്ക്കൊന്ന് വായിച്ചു കഴിഞ്ഞ പിന്നെ അത് ശരിയായിക്കോളും. he has been reading a book. ഓക്കെ, എല്ലാവരും പറഞ്ഞത് കറക്റ്റ് ആണ്. പക്ഷേ സിമ്പിൾ പ്രസന്റില് എല്ലാവരും മിസ്റ്റേക്ക് ആണ് പറഞ്ഞത്. എല്ലാരും മിസ്റ്റേക്കാ മാം പറഞ്ഞത്. പറഞ്ഞവരെല്ലാരും മിസ്റ്റേക്കാ. മിസ്റ്റേക്ക് ആണ്. എന്താണ് മിസ്റ്റേക്ക്? പറയൂ, എന്താണ് ഇവിടെ മിസ്റ്റേക്ക് വന്നത്? സബ്ജക്ട് സിംഗിൾ ആണെങ്കിൽ വെർബും സിംഗിൾ ആയിരിക്കണം. അപ്പൊ എന്താ വരാ?
He നിങ്ങൾ reads. യൂസ് ചെയ്യുന്നത് എല്ലാവരും പ്ലൂറലാണ്. He Reads. ഹി Reads. ഹി റീഡ്സ് ആണ് വരണ്ടേ. എസ് അല്ലേ ചേർക്കണ്ട. എല്ലാരും റീഡെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എല്ലാവരും പ്ലൂറലാണ് യൂസ് ചെയ്തത്. ആ ഒരു മിസ്റ്റേക്ക് എപ്പോഴും വരുന്നതാണ്. എപ്പോഴും എസ് ആഡ് ചെയ്യണം, മറക്കരുത്. സിംഗുലറിന്റെ കൂടെ സിംഗുലർ സബ്ജക്ട് സിംഗുലർ വേർബ് ആണ് വരേണ്ടത്. അപ്പോ ഹി റീഡ്സ് എന്നാണ് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോ പ്രസന്റ് ടെൻസ് ക്ലിയർ ആണ്. ക്ലിയർ ആണ്, എല്ലാവരും ക്ലിയർ ആണല്ലോ. യെസ് മാം. യെസ്. ഓ ജിൻഷ എസ് എന്ന് പറഞ്ഞു. ഓക്കെ. അർജുനും മിസ്റ്റേക്ക് പറ്റിയിരുന്നു, അത് ശ്രദ്ധിച്ചോളാം കേട്ടാ. സിമ്പിൾ ഈ പ്രസന്റിൽ മാത്രം അങ്ങനെ ഉള്ളൂടാ. സിമ്പിൾ പ്രസന്റിൽ മാത്രമേ ഉള്ളൂ. വേറെ ഏത് ടെൻസിലും അങ്ങനെ ഒരു വരുന്നില്ല. നീഹ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് പോയി കളഞ്ഞു. അപ്പൊ ഇതാണ് പ്രസന്റ് ടെൻസ്. ഓക്കെ. ഇനി പാസ്റ്റ് എഴുതി വെച്ചോളൂ. പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റില് സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് V2, വെർബിന്റെ സെക്കൻഡ് ഫോം സബ്ജക്ട് പ്ലസ് V2, റൈറ്റ്, റോട്ട്, റിട്ടേൺ. അപ്പൊ പാസ്റ്റ് ഏതാ വരണ്ടേ? സിമ്പിൾ പാസ്റ്റില് റോട്ട് ആണ് വരുന്നത്. ഓക്കെ, അതാണ് V2. സബ്ജക്ട് പ്ലസ് V2 സിമ്പിൾ പാസ്റ്റ്. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസില് സബ്ജക്ട് പ്ലസ് വാസ് ഓർ വെർ. ഇവിടെ ഓക്സിലറി യൂസ് ചെയ്യേണ്ടത് വാസ് അല്ലെങ്കിൽ വെയർ ആണ്. വാസ് ഓർ വെയർ, WERE വെയർ ആണ്. ഓക്കെ, വാസ് അല്ലെങ്കിൽ വെയർ, അതാണ് ഓക്സിലറീസ്. പാസ്റ്റിൽ യൂസ് ചെയ്യേണ്ട ഓക്സിലറീസ് ആണ് വാസ് ഓർ വെയർ. സബ്ജക്ട് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് പ്ലസ് ING. വെർ പ്ലസ് ING. ഇനി ജിൻസിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ V1 പ്ലസ് ING. ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ V1 എന്ന് എഴുതാം. സബ്ജക്ട് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വെർ പ്ലസ് ING എന്നാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ. ഓക്കെ ആണല്ലോ. ഇവിടെ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ വാസും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ആണ് വരേണ്ടത്. ഓക്കെ, He was. അപ്പൊ നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യും? വാസ് എവിടെയൊക്കെ യൂസ് ചെയ്യണം? He was. I, she, he, it, everybody. I, he, she, it, everybody എന്ന് പറയുന്ന ഈ 5 സബ്ജക്റ്റിന്റെ കൂടെയും നമ്മൾ യൂസ് ചെയ്യേണ്ടത് വാസ് ആണ്. I was, he was, she was, it was, everybody was. Okay. ഇനി യു വി യുടെ കൂടെയാണ് വെയർ യൂസ് ചെയ്യും. യു വെയർ, വി വെയർ, ദേ വെയർ. ഓക്കെ, ഇവിടെ ജസ്റ്റ് I പ്ലൂറലാണെന്ന് വിചാരിക്കരുത് കേട്ടാ. ഇവിടെ I സിംഗുലർ ആണ് വരിക. അത് ഇതാണ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റൂളാണ്. നമുക്ക് അതിനെ മാറ്റാനായിട്ട് പറ്റില്ല. ഇതായിട്ട് വരുന്നത് പാസ്റ്റിൽ വരുമ്പം പറഞ്ഞത് ഐയുടെ കൂടെയും വാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. നമ്മള് പ്രസന്റിൽ പഠിച്ച അങ്ങനെയല്ല. ഐയുടെ കൂടെ നമ്മൾ ആം ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഐയുടെ കൂടെ നമ്മൾ വാസ് യൂസ് ചെയ്യണം. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് എഴുതി വെക്കുക. I, he, she, it, everybody കൂടെ വാസ്, യു വിയുടെ കൂടെ വെയർ. ഓക്കെ, ഇനി പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റില് ഇവിടെ ഹാസോ ഹാവോ ഒന്നുമില്ല, ഉള്ളത് ആഡ് മാത്രം. ഓക്കെ, ആഡ്. സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് V3 എന്നാ വരാം. സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3. ഇവിടെ എല്ലാ സബ്ജക്റ്റിന്റെ കൂടെയും നമുക്ക് ഹാഡ് യൂസ് ചെയ്യാം. ഇവിടെ കൺഫ്യൂഷന്റെ ആവശ്യമില്ല. സിംഗുലർ ആണോ പ്ലൂറൽ ആണോ ഒന്നൊന്നും നോക്കണ്ട. എല്ലാ സബ്ജക്റ്റിന്റെ കൂടെയും നമുക്ക് ഇവിടെ ഹാഡ് യൂസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇവിടെയും അതുപോലെ തന്നെ സബ്ജക്ട് പ്ലസ്
had plus been plus verb plus ing. സബ്ജക്ട് ഒന്നും കൂടി പറയാം. സബ്ജക്ട് Subject plus had plus been plus verb plus ing. Okay ആണോ? യെസ് മാം. ഇനി ഈ പ്രസന്റ് പാസ്റ്റും തമ്മിൽ എന്താണ് വ്യത്യാസം? സ്ട്രക്ചറിലോ അതിന്റെ വ്യത്യാസം എന്താന്ന് നോക്കി. എന്താണ് വ്യത്യാസം? ഐ അല്ല ഐ ഐ കണ്ടിന്യൂസ് എന്താണ് വ്യത്യാസം? ഈ ആർന്നൊക്കെ യൂസ് ചെയ്തതിന് പകരം വാസ് വേർ വരും. ഓക്സിലറീസിനാണ് വ്യത്യാസം. കണ്ടിന്യൂസിന് പെർഫെക്റ്റിലോ ഹാസിന് പകരം ഹാഡ് വരും. അത് തന്നെയാണ് പാസ്റ്റ് പെർഫെക്റ്റിലും വന്നിരിക്കുന്നത്. ആസ് എ ഹാവ് മാറി ഹാഡ് വന്നു. മനസ്സിലായോ? ഇത്രയും ചേഞ്ചസേ അവിടെ വന്നിട്ടുള്ളൂ. ക്ലിയർ ആണോ? യെസ്. അപ്പോ സെയിം സബ്ജക്ട് തന്നെ. ഹി വെർബ് റൈറ്റ് വേണ്ട, ഈറ്റ് പറയാം. ഈറ്റ് കഴിക്കുക. ഹി ഈറ്റ്. ഈ സബ്ജക്ട് വെർബ് വെച്ചിട്ട് സെന്റൻസ് മേക്ക് ചെയ്യൂ പാസ്റ്റില്. ഫസ്റ്റ് പറയൂ, സിമ്പിൾ പാസ്റ്റ് എന്തായിട്ട് വരും? സിംഗിൾ പാസ്റ്റിലെ സബ്ജക്ട് ഹിയും എയ്റ്റ്. ഈറ്റിന്റെ പാസ്റ്റ് എയ്റ്റിന്റെ സെക്കൻഡ് ഫോം വി ടു ഫോം എയ്റ്റ്. എ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ്. He ate. Yeah. ഭയങ്കര സ്പീഡാണല്ലോ. റെസ്പോൺസ് ഉണ്ട്. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ്. പെട്ടെന്ന് എല്ലാവരും ടൈപ്പ് ചെയ്യാം. പാസ്റ്റ് കണ്ടിന്യൂസ്. ജിൻഷ പറഞ്ഞോ. He was eating. എന്താണ് ഉറപ്പില്ലാത്തെ? He was eating. ബാക്കി പറഞ്ഞില്ലെങ്കിൽ വിഷയമല്ല. അത്രയും വലുത്. He was eating. Subject. He had 8. V3 ഫോം എന്താ? V3 ഫോം. V2 ഫോം അല്ലേ? ഹാഡിന്റെ ഹാഡിനൊപ്പം V3. പെർഫെക്റ്റിലെല്ലാം V3 ഫോമാ വരിക. ഈറ്റൺ അല്ല നേരെ ഒരു അതെ. Perfect. He had eaten. Continuous. Perfect continuous. പെർഫെക്റ്റ് കണ്ടിന്യൂസിന് സബ്ജക്ട് he had been eating അല്ലേ? അതെ. എന്താണ് കൺഫ്യൂഷൻ? സ്ട്രക്ചർ നമ്മുടെ കയ്യിലില്ലേ, പിന്നെ എന്തിനാണ് കൺഫ്യൂഷൻ? He had been eating ആണ് വരുന്നത്. കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോ സ്ട്രക്ചർ പഠിച്ചാല് സെന്റൻസ് മേക്ക് ചെയ്യാൻ സിമ്പിൾ ആണ്. ഈ ബേസിൽ തന്നെ നമുക്ക് ഓരോ സെന്റൻസ് കണ്ടാലും നമുക്ക് ഏത് ടെൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും പറ്റും. ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും പ്രസന്റും പാസ്റ്റും ക്ലിയർ ആണ്. യെസ്. യെസ് മാം. ഇനി ഫ്യൂച്ചറിൽ ഒരു കാര്യം എപ്പോഴും ബില്ലാണ് ഉണ്ടാവുക. വേറെ ഒന്നും വരില്ല, ബില്ല് മാത്രം വരും. ഈസിയാ. സബ്ജക്റ്റിന് ശേഷം ബില്ലാണ് വരാം. ഫസ്റ്റ് എഴുതാ സിമ്പിൾ ഫ്യൂച്ചർ. സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് V1 form. V1. Simple future, subject plus will plus V1. Next, future continuous. Subject plus Will plus 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 verb plus ing. yeah. Subject plus will be plus verb plus ing or V1 plus ing. Subject plus will be plus verb ing.
ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ്. Subject plus will plus V3. Subject plus Will plus V3. no. Uh, Have. will have. Sorry. Have. Okay. Subject plus will plus have Have. plus V3. ഇവിടത്തെ ഹാവിന് ഒരു മാറ്റവും വരില്ല കേട്ടോ. ഏത് സബ്ജക്ട് വന്നാലും ഈ ഹാവിന് മാറ്റം വരില്ല. ഓക്കെ. അപ്പൊ സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് ഹാവ് പ്ലസ് V3. ഇവിടെ സിംഗിൾ സബ്ജക്ട് വന്നാലും പ്ലൂറൽ സബ്ജക്ട് വന്നാലും ഹാവ് തന്നെയാണ്. കാരണം ഹാവിന് മുൻപ് വില്ലുണ്ട്. മനസ്സിലായോ? അങ്ങനെ അതുകൊണ്ട് ഹാവിന് അവിടെ ചേഞ്ച് വരില്ല. സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് ഹാവ് പ്ലസ് V3. ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സബ്ജക്ട് പ്ലസ് Will plus been plus പ്ലസ് ഹാവ് പ്ലസ് been plus ing. പ്ലസ് verb ing. Verb ing. Subject plus will plus have plus been Been plus verb. verb ing. ഓക്കെ. ഇവിടെ എല്ലാം ശ്രദ്ധിച്ചാല് സബ്ജക്ട് കഴിയുമ്പോ വില്ല് വന്നേ ഉള്ളൂ. ബാക്കി ഒന്നിനും വലിയ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ. വിൽ അല്ലെങ്കിൽ വിൽ ബി വന്നിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ബാക്കി എല്ലാം സെയിം ആണ്. അതുപോലെ തന്നെയാണ് പാസ്റ്റില്. അവിടെ ഹാഡ് വന്നിട്ടുണ്ട്, ബാക്കി എല്ലാം സെയിം ആണ്. ഓക്കെ. ഇനി വെർബ് ബി ആൻഡ് subject be, verb play. Sentence make futurist പറയൂ. First simple future ഞാൻ പറയൂ. Subject be, We play. We will. We വേണോ? Will play എന്നല്ല മാം. subject plus will plus V1. Play അല്ലേ വേണ്ടു? അപ്പൊ എന്താ പറയാ? Will play. We will play. we will play. Yeah. Next future continuous. We will be playing. Yeah, we will be playing. Future Okay. perfect. We will have played. Played. Played ആണ്. Future perfect continuously you will we will have been playing. Yeah, correct. We will play. We will be playing. Playing. We will have played. Played. We will have been playing. Okay. അപ്പൊ ടെൻസ് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ടെൻസ്. ഇനി ഡൗട്ട് ഉണ്ടോ? ഇനി ഡൗട്ട് എന്ന് പറയരുതാരും. ക്ലിയർ ആണോ? ഇനി ഒന്നും കൂടി നോക്കിക്കഴിഞ്ഞാൽ തിരികെ ഒന്നുകൂടി നോക്കാം. നന്നായിട്ട് പഠിക്കുക. ഇതേപോലെ സബ്ജക്റ്റും വെർബും വെച്ചിട്ട് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഉണ്ടാക്കുക. നിങ്ങൾ തന്നെ സ്വയം ഒരു സബ്ജക്റ്റ് ഒരു വെർബ് ഇടുക, എന്നിട്ട് ഓരോ സെന്റൻസ് മേക്ക് ചെയ്യുക. ഓക്കെ. ആ സ്ട്രക്ചർ വെച്ച് തന്നെ മേക്ക് ചെയ്യാൻ നോക്കാം. ക്ലിയർ ആവും. നീഹക്ക് മനസ്സിലായോ കഴിഞ്ഞു? മെസ്സേജ് ചെറുതായിട്ട് മനസ്സിലായി, പക്ഷെ കോൺസെൻട്രേഷൻ കിട്ടാത്തോണ്ടേ. കോൺസെൻട്രേഷൻ കിട്ടും. എന്റെ ഈ റെക്കോർഡ് ക്ലാസ് ഒന്ന് കണ്ടോക്കണം കേട്ടോ. നന്നായിട്ട് ടെൻസ് പഠിക്കും. അല്ലാതെ ഇപ്പൊ ഇനി റെക്കോർഡ് സ്പീച്ച് ഒക്കെ എടുക്കുമ്പോ ടെൻസ് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഓക്കെ. അപ്പൊ ടെൻസ് ക്ലിയർ ആണ്. ജിൻഷ നന്നായിട്ട് നോക്കാം. ഈ സ്ട്രക്ചർ വെച്ചിട്ട് പഠിക്കാം. ഓക്കെ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. നന്നായിട്ട് പഠിക്കാൻ നോക്കാം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ നമുക്ക് കുറച്ച് അടുത്ത റിപ്പോർട്ട് സ്പീച്ച് എടുക്കാം. ഓക്കെ. എല്ലാവർക്കും കാരണം ആരും തെറ്റൊന്നും പറഞ്ഞില്ല. കറക്റ്റ് ആൻസേഴ്സ് തന്നെയാണ് എല്ലാവരും പറഞ്ഞത്. റെഡി ഉണ്ട്. ഓക്കെ. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇത്രയൊക്കെ ഉള്ളൂ. Thank you, ma'am. Thank you. Thank you all.